ഹലോ വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ സെറ്റ് മാൻവ. അവിടെ നമ്മുടെ എംസിനെ നോക്കിയിട്ട് അവർ ഏത് ഈ ചെക്കൻ ഇവിടെ കയറിയപ്പോൾ തൊട്ട് എന്തോ ഒരു കുഴപ്പം എനിക്ക് തോന്നിയായിരുന്നു. ഇപ്പം മനസ്സിലായി അതിനെല്ലാം കാരണം ഇവനാണെന്ന്. വെറും 15 വയസ്സുള്ള ഈ ചെക്കൻ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രിങ്ക്സും ഡിഷസും എല്ലാം ഓർഡർ ചെയ്തേക്കുന്നു. എനിക്കറിയാവുന്നത് വെച്ച് ഇവൻ്റെ പ്രായത്തിലുള്ള അത്ര പണക്കാരുടെ മക്കളൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇവനേതാ? അപ്പം നമ്മുടെ എം സി. ഞാനൊരു വഴിപോക്കൻ, എന്നെ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ മെയിൽ കണ്ടിന്യൂ ചെയ്തോ. വഴിപോക്കനോ? ശരിയായിരിക്കും. എങ്ങനെയാണെങ്കിലും ഇത് വിധിയാണ്. നമുക്കും എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടൂടാ. ഇതും പറഞ്ഞിട്ട് അപ്പോൾ ചെറു എടുത്തുകൊണ്ട് ആ ഡിസിപ്പിളാണ് എം സിയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് എം സിയുടെ അടുത്ത് പറയുന്നു, ഞാൻ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ ഓഫ് ഗ്രേറ്റ് മൗണ്ട് ഹുവാഫെറ്റ് ബിയാക് ജൂൺ. പക്ഷേ എം സി ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ എന്തൊരു ശല്യമാണ്. എനിക്കിവനെ ഒന്ന് തല്ലാനും പറ്റില്ല. ഞാൻ ആരുമല്ല. ഇത് അൺജെന്റിൽമാൻ്റെ അല്ലേ മുഖത്ത് നോക്കി സംസാരിക്കത്തോ. അപ്പം നമ്മുടെ എം സി, നിനക്കിത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ നീ വല്ല ഒഫീഷ്യലും പോയാൽ ഇവിടെ എന്തിനാ എൻ്റെ വർത്താനം പറയുന്നേ. എന്നിട്ട് നമ്മുടെ എം സി ആണ് അവിടെ നിന്ന് എണ്ണീട്ടിട്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എം സി ആണ് അവിടെ നിന്ന് പോകുന്നു. ഏതാർ, എനിക്ക് നിൻ്റെ കൂടെ കുറച്ച് നേരം കൂടെ സംസാരിക്കണം. എനിക്ക് അതിന് താല്പര്യമില്ല. ശരി എന്നാന്ന് പറഞ്ഞിട്ട് എം സി അങ്ങോട്ട് പോകുന്നു. അപ്പം ആ ഡിസിപ്പിൾ, നിനക്ക് അത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എം സിയുടെ നേരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷേ എം സി ആണ് അത് ഈസി ആയിട്ട് ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് എം സി ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. എൻ്റെ ജോയിൻ ലോക്ക് ഗ്രാഫ് ടെക്നിക്ക് അവൻ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ലോക്ക് ചെയ്തോ. അപ്പോൾ അടുത്ത വേറൊരു ഡിസിപ്പിൾ, സീനിയർ ബ്രദർ, നിങ്ങൾ അവനെ എന്തിനാണ് വെറുതെ വിട്ടത്? അത് എന്നിട്ട് അവിടുത്തെ ഡിസിപ്പിൾ എടുത്ത് പറയുന്നു, ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് ഫൈറ്റ് ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മഹാമനസ്കനാണ് സീനിയർ. എന്നിട്ട് പുള്ളി മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ കൈ ചിലപ്പം തെന്നിപ്പോയി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവനെ കിട്ടാത്തത്. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ എം സി അവിടെ ആണെങ്കിൽ ഡ്രിങ്ക്സും കഴിച്ചിരിക്കുന്നതാണ്. ഇതിപ്പം പ്രശ്നമായി. ഇത്ര നാളും ഒരു കുഴപ്പമില്ലാതിരുന്നത് ഈ യൂൻ ആസ് ജൂംസ് എന്ന് പറഞ്ഞ സർനെയിമുള്ള ആൾക്കാർ തമ്മിൽ നല്ല സ്ട്രെങ്ത്തിൽ നല്ല വ്യത്യാസമുള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് എനിക്ക് മേളിൽ വേറെ ആരും ഇല്ലായിരുന്നു എന്നാ. എന്തായാലും ഞാൻ അന്നേരം ചിരിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ആ ഫുഡ് മൊത്തം അവിടെ വേസ്റ്റാക്കി കളയേണ്ടി വന്നു. പക്ഷേ എങ്ങനെ ചിരിക്കായിരിക്കും? അവൻ സദേനിയൻ സെറ്റിനെ ഡിഫീറ്റ് ചെയ്യും, അതും ആ ജോബിൻ്റെ സ്ട്രെങ്ത് പോലും ഇല്ലാത്തൊരുത്ത്. ഇവരെ കണ്ടപ്പോൾ തേർഡ് ക്ലാസ് ഡിസിപ്പിളിനെ കണ്ടതിനേക്കാളും വലിയ ഷോക്കാണ് എനിക്കുണ്ടായത്. തേർഡ് ക്ലാസ് ഡിസിപ്പിൾ എന്ന് പറയുമ്പം അവർ ഒത്തിരി മാർഷൽസ് ഒന്നും ലേൺ ചെയ്ത് കാണില്ലായിരിക്കും. ചെയ്താൽ തന്നെ അത് വെറും ഷോയ്ക്ക് മാത്രം. പക്ഷേ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ ഡിഫറെൻ്റ് ആണ്. കാരണം ഈ സെക്കൻഡ് ക്ലാസ് ഡിസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ തേർഡ് ക്ലാസ് ഡിസിപ്പിളിൻ്റെ ബേസിക് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് വന്നവരാണ്. എന്നിട്ട് എം സി പറയുന്നു, ഞാൻ ഇതിൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞാൽ കുപ്പി അവിടെ വെച്ചിട്ട് എം സി പോകുന്നു. സീനിയർ ബ്രദർ ജോബിൽ എല്ലാ തേർഡ് ക്ലാസ് ഡിസിപ്പിളും ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞേക്കുന്നു. കാരണം നമ്മുടെ സീനിയർ ബ്രദേഴ്സ് തിരിച്ചു വരുന്നത്. ശരി, ഞാൻ ഇപ്പോൾ തന്നെ വരാം. പറഞ്ഞ പോലെ ജൂമിങ് വന്നോ. അത് കഴിഞ്ഞിട്ട് കാണിക്കാം നമ്മുടെ എം സി കട്ടിലയിൽ കിടന്നുറങ്ങുന്നതാണ്. അവിടെ വന്ന ജോബിൽ ആൽക്കഹോൾ മണക്കുന്നല്ലോ, ഇവൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? ജോമിയോ ജൂനിയർ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജോബിലാണ് എംസിനെ തട്ടി വിളിക്കുന്നുണ്ട്. എന്നിട്ടും എനിക്കുന്നില്ലെന്ന് മനസ്സിലായ ജോബിലാണെങ്കിൽ എംസിനെ നേരെ ജോബിൽ പറയുന്നു, എണ്ണിക്കടാ എടാ നായെ പറയുന്ന പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എം സി എണ്ണിക്കുന്നു. എന്നിട്ട് ജോബിലാണ് പേടിച്ച് കളിച്ചിട്ട്, ഇവിടെ സൺസെറ്റൊക്കെ നല്ല കാണാൻ രസമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. എം സി, സൺസെറ്റോ? ഒന്നുമില്ല, എനിക്ക് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. അതാണോ റെസ്റ്റിംഗ്? നീ ഉറങ്ങുമല്ലായിരുന്നു ശരിക്കും. നമ്മുടെ സീനിയേഴ്സ് എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്, അവരെ പോയി കാണണം, പെട്ടെന്ന് വാ. നിന്റെ മേത്ത് മൊത്തം ഡ്രിങ്ക്സിൻ്റെ മണമാണ്. അപ്പം എം സി ആണെങ്കിൽ മൂക്കിൽ കൈവച്ചിട്ട് ശ്വാസം ഒറ്റ വിടല്. അപ്പം നമ്മുടെ എം സിയുടെ ശരീരത്തു നിന്ന് ഒരു പുകയൊക്കെ പോകുന്നു. നമ്മുടെ അതിൻ്റെ ഒപ്പം തന്നെ ഡ്രിങ്ക്സിൻ്റെയൊക്കെ സ്മെല്ലും. ഇപ്പോൾ ഡ്രിങ്ക്സിൻ്റെ മണമില്ലല്ലോ. ഡ്രിങ്ക്സോ? എന്ത് ഡ്രിങ്ക്സ്? എന്നെപ്പോലെ സാക്കർഡും പ്യൂറോ ആയിട്ടുള്ള ടോസ്റ്റിൻ്റെ നിനക്ക് അങ്ങനെ പറയാൻ എങ്ങനെ സാധിക്കുന്നു? പുറത്തു പോകാം, നമ്മൾ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് കിട്ടും. പക്ഷേ ഈ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ വരുമ്പോൾ നമ്മളെന്തിനാണ് അവിടെ പോകേണ്ടത്? നമ്മൾ അത്രയെങ്കിലും ചെയ്യണം. അവരത്രയും പാടുള്ള ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമല്ലേ. പാടുള്ള ട്രെയിനിങ്ങോ? എന്താ തമാശ. അവർ മിക്കവാറും ഒരു ചെറിയ ബിൽഡിങ്ങിൽ വാളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീശി കാണും. എന്നിട്ട് സ്വയം ചിന്തിക്കും, ഞാൻ എന്ത് വലിയ ട്രെയിനിങ്ങാണ് ചെയ്തതെന്ന്. ഇതിൻ്റെ ഒപ്പം തന്നെ അവർക്കാണെങ്കിൽ ആ ബീഗു പിൽസും കഴിക്കാൻ കിട്ടിയിരുന്നു. ഇതൊക്കെ പാടാന്ന് എഴുതി അവർ ഡ്രിങ്ക്സ് കഴിക്കാൻ പോയിക്കുന്നു. അവർക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ. അപ്പോൾ നമ്മുടെ ജോബിൽ പറയുന്നുണ്ട്, അവർ ഈ പ്രാവശ്യം നല്ലപോലെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. സദേമിയൻസിനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ സെറ്റ് ലീഡർ ഇതിന് പെർമിഷൻ കൊടുത്തു ഇവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി. അവരുടെ മുമ്പിലുള്ള നിൻ്റെ ആറ്റിറ്റ്യൂഡ് നീ ശ്രദ്ധിക്കണം, കേട്ടല്ലോ.
ഇല്ലെങ്കിൽ നിനക്ക് പണിഷ്മെന്റ് കിട്ടും. അപ്പം നമ്മുടെ എംസി ശരി ശരി എന്നും പറഞ്ഞ് നമ്മുടെ എംസിയും സീനിയർ ബ്രദർ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സീനിയർ ബ്രദേഴ്സ് എല്ലാം വന്നു ഗേറ്റ് തുറക്കാൻ. അവിടെ ആ ഗേറ്റ് തുറന്നു നമ്മുടെ സീനിയർ ബ്രദേഴ്സ് കയറി വരുന്നു. അവരെത്തി. അവരിപ്പോൾ തികച്ചും ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാവരും അവരെ കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചും ഒക്കെ വെൽക്കം ചെയ്യുന്നുണ്ട്. ആ സീനിയർ ബ്രദേഴ്സ് എല്ലാം അങ്ങനെ നടന്നു പോയപ്പോൾ പെട്ടെന്ന് എൽഡസ്റ്റ് സീനിയർ ബ്രദർ നമ്മുടെ എംസിനെ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് നമ്മുടെ എൽഡസ്റ്റ് സീനിയർ ബ്രദറിനെ കണ്ടിട്ട് നമ്മുടെ എംസി പറയുന്നു, ഇവനെ കാണാനൊക്കെ കൊള്ളാം. പണ്ട് എൻ്റെ പാസ്റ്റ് ലൈഫിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ണെ കാണൽ നല്ലതായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങൾ എൻ്റെ പുറകെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ എംസിനെയാണെങ്കിൽ ആ എൽഡസ്റ്റ് സീനിയർ ബ്രദർ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് എൽഡസ്റ്റ് സീനിയർ ബ്രദർ നമ്മുടെ എംസിയുടെ നേരെ നിന്നിട്ട് കൈയൊറ്റ വീശല്. എന്നിട്ട് പറയുന്നു, എനിക്കറിയായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ എംസി ഇവൻ ഇവനെ ഇപ്പം തന്നെ ഒന്ന് തൊലി ശരിയാക്കിയാലോ? നിന്റെ നോട്ടം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിനക്കെന്നെ അറിയാമെന്ന്. അപ്പം എംസി നിങ്ങളെന്താ പറയുന്നത് എനിക്കറിയില്ല. ഓ അതെയോ? എന്തൊരു സ്ട്രേഞ്ചാണ്. ഞാൻ നിന്നെ ഇതിനു മുമ്പ് കണ്ടുമുട്ടിയ പോലെ തോന്നുന്നു. നീ എന്നാണ് ഈ മൊബൈൽ ജോയിൻ ചെയ്തത്? അപ്പം നമ്മുടെ വേറെ സീനിയർ ബ്രദർ, സീനിയർ നിങ്ങൾ ട്രെയിനിങ്ങിന് പോയ സമയത്താണിത് ഇവൻ ജോയിൻ ചെയ്തത്. ഒരുപാട് നാളുകളായിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇവനെ കണ്ടുമുട്ടാൻ സാധ്യതയില്ല. ഓ അതെയോ? പക്ഷേ ഒത്തിരി നാളായിട്ടില്ലായിട്ടും അവനുമായിട്ട് നിങ്ങൾ നല്ലപോലെ ക്ലോസ് ആണല്ലോ. എന്നിട്ട് എംസിയോട് പറയുന്നു, കണ്ടിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നീ എനിക്ക് നല്ലപോലെ ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. നിന്റെ പേരെന്താ? എൻ്റെ പേര് ചൂമ്യം. ചൂമ്യം? ഞാൻ ബിയാക്ടുൻ. പെട്ടെന്ന് അവിടുത്തെ എൽഡർ ടെക് ലീഡർ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് വന്നാലും. എന്നിട്ട് എംസിയോട് പറയുന്നു, നമ്മൾ ഇനിയും ഒരുപാട് കാണും. അപ്പം എൻ്റെ പേര് പറഞ്ഞേക്കല്ലേ. ജൂനിയർ ചൂമ്യു. എംസിൻ അങ്ങനെ ആ എൽഡസ്റ്റ് സീനിയർ ബ്രദറെ നോക്കി നിൽക്കുന്നു. അപ്പം അവിടുത്തെ ആ സീനിയർ, നീ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. സീനിയർ ബേക്ചൂനാണ് മോൺഹ സെറ്റിലെ ഗ്രേറ്റസ്റ്റ് ജീനിയസ് എന്നറിയപ്പെടുന്ന. അദ്ദേഹം തന്നെ നമ്മുടെ തകർന്ന മോൺഹുവിനെ റിവൈവ് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. ജീനിയസോ? അതല്ലായിരുന്നു അത് പണ്ട് എന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. കുറച്ചാലും കഴിഞ്ഞപ്പോൾ അവനത് നിർത്തി. എന്നിട്ട് ജോബിൽ അത് ചോദിക്കുന്നു. പക്ഷേ സീനിയർ ബ്രദർ ജോബിലല്ലേ ഈ മൗണ്ട്വേലെ ഗ്രേറ്റസ്റ്റ് ജീനിയസ്? എന്ത്? നീ എന്താ ഈ പറയുന്നേ? ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലോ? നീ എന്തിനാണ് ഓവർ ചെയ്യുന്നത്? സീനിയർ ബ്രദർ ബേക്ചൂരുമായിട്ട് എനിക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എംസി പറയുന്നു, ശരിയാ ശരിയാ. ലോസർ മൈൻഡ് സെറ്റ് ഒരു നല്ല മൈൻഡ് സെറ്റ് തന്നെയാണ്. നമ്മുടെ എൽഡസ്റ്റ് സീനിയർ ബ്രദറിനെ നോക്കി എംസി, ഒരേ തരത്തിലുള്ള പക്ഷികൾ ഒത്തുകൂടും. പക്ഷേ വേറൊരു പക്ഷി വന്ന് ഫോഴ്സായിട്ട് ജോയിൻ ചെയ്താൽ അത് വെരി അൺനാച്ചുറൽ ആകും. മോസ്റ്റ് കേസസിൽ അതിനർത്ഥം അവിടെ എന്തോ ഒരു ഫ്ലോ ഉണ്ടെന്നാണ്. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ഡിസ്പ്ലേ എല്ലാം അവിടെ നിൽക്കുന്നതാണ്. നമ്മുടെ സെറ്റ് ലീഡറിൻ്റെ മുമ്പിൽ. അവിടേക്ക് നമ്മുടെ ആ സീനിയർ സിസ്റ്റർ വരുന്നു യൂസിയോൾ. അപ്പം നമ്മുടെ എംസി പറയും, അവൾ എൻ്റെ കാര്യം എല്ലാവരുടെ അടുത്തും പറയാൻ പോകല്ലോ അല്ലേ? അപ്പോൾ ജോവിൽ പറയുന്നു, അവളുടെ അടുത്തൊന്ന് കണ്ണ് മാറ്റാൻ പറ്റുന്നില്ലല്ലേ? ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം എംസി പറയുന്നു, എന്ത്? എന്നിട്ട് ജോവിൽ പറയുന്നു, നീ സ്വപ്നം കാണാതെ സീനിയർ സിസ്റ്റർ യുവ സീനിയർ ബിയാക്ച്വലിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സീനിയറും എംസിയാണ് ചെവി ഒത്തിരിക്കുന്നു. എന്നിട്ട് എംസി പറയുന്നു, നിനക്ക് ഈ ഇൻട്രസ്റ്റ് സോളിലുണ്ടായിരുന്നില്ല, നീ ഇപ്പം സ്ട്രോങ്ങസ്റ്റിൽ ഒരാളായനെ. എന്നിട്ട് ആ ബേഗ് ഡിസിപ്പിൾസ് എല്ലാം നമ്മുടെ സെറ്റ് ലീഡറിനെ ഗ്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് സെറ്റ് ലീഡർ ചോദിക്കുന്നു, ഗ്രേറ്റ് ജോബ് എവരി വൺ. നിങ്ങൾക്ക് ട്രെയിനിങ് ടഫായിരുന്നോ? ഒരിക്കലുമില്ല. സെറ്റ് ഞങ്ങളെ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്? സെറ്റ് ലീഡർ, നിങ്ങൾ റിസൾട്ട് അച്ചീവ് ചെയ്തോ? എന്നിട്ട് എൽഡർ സീനിയർ ബ്രദർ പറയുന്നു, പാത്ത് ഓഫ് റോഡിന് അവസാനമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ ഒപ്പം ഞങ്ങൾക്കിപ്പോൾ ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞങ്ങളുടെ ഓൾഡ് സെൽഫിനേക്കാൾ ഞങ്ങളിപ്പോൾ സ്ട്രോങ്ങർ ആണെന്ന്. എന്നിട്ട് സെറ്റ് ലീഡർ പറഞ്ഞു, അത് നല്ലത്. എന്നിട്ട് ഫിനാൻസ് ലീഡറിൻ്റെ അടുത്ത് പറയുന്നു, ഫിനാൻസ് ലീഡർ, നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു പാർട്ടി നടത്തണ്ടേ? പക്ഷേ ഫിനാൻസിയറിന് അതിനൊരു താല്പര്യമില്ല. പുള്ളി പറയുന്നു, അവരത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ ചെയ്തേ, പിന്നെന്തിനാണ് പാർട്ടിയൊക്കെ? ഫിനാൻസ് ലീഡർ എന്ത്? എന്നിട്ട് ഫിനാൻസ് ലീഡർ, ഒന്നുമില്ല, പ്രിപ്പറേഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കി നമുക്ക് പോയാലോ? എന്നിട്ടും ഫിനാൻസ് ലീഡർ ആണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടാനിട്ട് എന്ത് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞൊക്കെ പോകുന്നു. അപ്പം സെറ്റ് ലീഡർ മനസ്സിൽ പറയുന്നു, ഇൻഫോ മർച്ചൻ്റ് ഗിൽഡുമായിട്ടുള്ള സിറ്റുവേഷന് ശേഷം അവൻ സ്ട്രേഞ്ച് തിങ്സ് ആണ് പറയുന്നത്. യുവാൻ, ഈ ഡിസ്പിൾസിന് വിശ്രമിക്കാൻ വേണ്ടി സൗകര്യമൊരുക്കൂ. യെസ് സെറ്റ് ലീഡർ. പിന്നെ ചൂമ്യം, റൂമിലേക്ക് വരൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വീണ്ടുമോ? അപ്പം ആ ബാഗ് ഡിസിപ്പിൾ, എന്ത് വീണ്ടും നോ? അവൻ സെറ്റ് ലീഡറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോ? പക്ഷേ അപ്പം സെറ്റ് ലീഡറാണെങ്കിൽ, ഞാൻ സ്വീറ്റും സ്നാക്സും ഒക്കെ പ്രിപ്പയർ ചെയ്തെങ്കിൽ നീ വരുമോ? ആ ശരി. അപ്പം ബാഗ് ഡിസിപ്പിൾ ആണ് സീനിയറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സീനിയർ, ദേ ആ കുട്ടി ആരാണ്? സീനിയർ അപ്പോൾ, നിന്റെ മെൻ്റൽ ഹെൽത്തിന് അവനെ ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. അതും പ്രത്യേകിച്ച് നീ.
ഇതും പറഞ്ഞ് സീനിയർ അങ്ങോട്ട് പോകുന്നു. അവൻ പറയുന്നു, "ഇത് ഞാനറിയുന്ന ആ മാംഗോ സെറ്റ് തന്നെയാണോ?" അത് കഴിഞ്ഞിട്ട് അവിടെ ഡിസ്പ്ലേയിൽ ഫുഡ് കഴിക്കുന്നതാണ്. ബാക്ക് ഡിസ്പ്ലേ പറയുന്നു, "ചിക്കൻ? നമുക്ക് ഇതിനു വേണ്ടിയുള്ള മണി എവിടുന്ന് കിട്ടി?" അപ്പോൾ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഡിസ്പ്ലേ പറയുകയാണ്, "നമ്മൾ പോയ 1 വർഷം കൊണ്ട് ഇവിടുത്തെ പവേലിയൻസും റെസ്റ്റോറന്റ്സും എല്ലാം ഒരുപാട് മാറി. ഇവിടെ വല്ല ഗോഡ് ഓഫ് ഫോർച്യൂൺ എങ്ങാനും വന്നോ? നമ്മുടെ തേർഡ് ക്ലാസ് ഡിസിപ്പിൾസിനെ തന്നെ കണ്ടില്ലേ?" എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡിസിപ്പിൾസിനെ നോക്കുന്നു. നോക്കിയപ്പം അവര് പറയുന്നു, "സീനിയർ ബ്രദർ, ഞാൻ ഈ മീറ്റ് മടുത്തു. നമുക്കിതിന് പകരം വല്ല ഫിഷോ വല്ലോം തന്നൂടെ?" അപ്പം ബാക്ക് മനസ്സി ഇവരെന്താ ഈ പറയുന്നേ? അവര് മീറ്റ് മടുത്തുവെന്നോ? എനിക്ക് അറിയാവുന്ന മൗണ്ട് ഫസറ്റ്, ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട മൗണ്ട് ഫസറ്റ്. അതിനെ ബക്കർ സെറ്റുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സെറ്റിന് ഇപ്പം പൈസ ഉണ്ടെന്നോ? അപ്പം അവിടുത്തെ ഗ്രേസ് ആസൂക്ക, "എന്ത് പറ്റി? നിനക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ?" "ഓ, അതല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നേ? ഞങ്ങള് പോയ സമയത്ത് മൗണ്ട് ഫസറ്റിന് എന്ത് പറ്റി?" "ഓ, അതാണോ? അതല്പം വലിയ സ്റ്റോറിയാണ്. നീ അത് പതിയെ മനസ്സിലാക്കിക്കോളൂ. ഒന്നറിഞ്ഞാ മതി. നമ്മുടെ സൈറ്റിൽ ഒരു ലക്കി സ്റ്റാർ വീണു. പെട്ടെന്നാണെങ്കി നമ്മുടെ എംസി ആണ് അവിടുത്തെ വാതിലും ചവിട്ടിപ്പോ അകത്തേക്ക് കേറി വരുന്നു. എല്ലാവരും ഇത് കണ്ട് ഞെട്ടി നിൽക്കുന്നു. പക്ഷേ എംസിയുടെ മുഖത്താണ് ഫുള്ള് ദേഷ്യം. എന്നിട്ട് എംസി ആണ് ദേഷ്യപ്പെട്ട് നടന്നുപോയി അവിടെ ഇരിക്കുന്നു. ഇവനെന്ത് പറ്റി? എന്തുകൊണ്ടാണ് ആ തേർഡ് ക്ലാസ് ഡിസിപ്പിൾ ഈ യങ്ങസ്റ്റ് ഡിസിപ്പിളിനൊന്നും പറയാത്തെ? ഈ സ്ട്രിക്റ്റ് ആയുള്ള സീനിയർ യോവിന് പോലും ഒന്നും പറയുന്നില്ലല്ലോ. ചിലപ്പം തേർഡ് ക്ലാസ് ഡിസിപ്ലിന്റെ എല്ലാ കൺട്രോളും ഇവന്റേലാണോ? അതിനുമുപരി അവൻ ഇരിക്കുന്നത് മോസ്റ്റ് സീനിയർ യുൻ ജോങ്ങിന്റെയും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ ജോഗുലിന്റെ അടുത്താണ്. അവനിപ്പം ഏറ്റവും വലിയ പവറും ഉണ്ട്, സ്റ്റാറ്റസും ഉണ്ട് തേർഡ് ക്ലാസ് ഡിസിപ്പിൾസിൽ. അവൻ എങ്ങനെ ഇത് സാധിച്ചു? ഇവിടെ യോങ് ജോൺ എന്തു പറ്റി ഇത്ര ദേഷ്യം? അവൻ എന്നോട് ഏം ഹോമർ ഗിൽഡിൽ പോകാൻ പറയുക. ഓ, ഒന്നൂടെയോ? ഇത് ഭയങ്കര ശല്യമാണ്. പക്ഷെ നിനക്കത് ആദ്യം ഇഷ്ടമല്ലായിരുന്നോ? ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യം ഹുവാങ്യും ബ്രാഞ്ചിൽ മാത്രം പോയാൽ മതി. മിഡിൽ ക്ലാസ് ഡിസിപ്ലിൻസിന്റെ ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിലാണ്. യോങ് ജോൺ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? അപ്പം അടുത്തുണ്ടായിരുന്ന ഡിസിപ്പിൾ ചോദിക്കുക, "സീനിയർ ബ്രദർ, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? നിങ്ങൾ ഇതിനായിട്ട് ഒന്നും തൊട്ട് പോലും നോക്കില്ലല്ലോ." ഇത് കേട്ടിട്ട് സീനിയർ ബ്രദർ ആണെങ്കിൽ ആ ചോപ്പ് സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ തുടങ്ങുന്നു. പക്ഷേ പെട്ടെന്ന് ചോദിക്കുക, "ജൂനിയർ സിസ്റ്റർ യു എവിടെ പോയി?" "ഓ, അതറിയില്ല. നമ്മള് കേറിയപ്പോ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് അവളെ പോയി നോക്കണ്ടേ? നമ്മളിങ്ങനെ ഒത്തുകൂടിയിട്ട് ഒരുപാട് നാളായി. അങ്ങനെയുള്ളപ്പം ഒരാളെ എങ്ങനെ മിസ്സാക്കും?" ഇത് കേട്ടിട്ട് ഡിസിപ്പിൾ, "പക്ഷേ അവളെ കണ്ടുപിടിക്കുന്ന ആരും ഇവിടെ ഇല്ലല്ലോ. നിനക്കറിയില്ലേ? അവളെ കണ്ടുപിടിക്കണമെങ്കിൽ അവള് തീരുമാനിക്കണം." "അത് ശരിയാണ് സീനിയർ ബ്രദർ. നിങ്ങള് ടൈം വേസ്റ്റ് ചെയ്യാണ്." പുള്ളി ആ ഡിസിപ്പിൾസിനെല്ലാം ദേഷ്യത്തോടെ നോക്കി. എന്നിട്ട് ഞാൻ മതിയാക്കിയെന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകാൻ ഒരുങ്ങുന്നു. പെട്ടെന്ന് അവിടേക്ക് ആ സീനിയർ സിസ്റ്റർ യു കയറി വരുന്നു. പുള്ളിക്കാരി ഇവനെ ഒന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആരെയോ തപ്പി നടക്കുവാ. അവനാണെങ്കിൽ സിസ്റ്റർ യുവിനെ വിളിക്കുന്നുമുണ്ട്. എന്നിട്ട് മൈൻഡ് ആക്കാതെ യു ആണെങ്കിൽ നമ്മുടെ എംസിയുടെ അടുത്ത് നിൽക്കുന്നു. എന്നിട്ട് എംസിയുടെ അടുത്ത് ചോദിക്കുന്നു, "എനിക്കിവിടെ ഇരിക്കാവോ?" ഇതെല്ലാം കേട്ടിട്ടാണ് അടുത്തുണ്ടായിരുന്ന ഡിസിപ്പിൾസ് എല്ലാം ഒന്ന് ഷോക്കായി പോയി. പക്ഷേ എംസി പറഞ്ഞു, "ഏയ് പറ്റില്ല." എന്നിട്ട് യു ആണ് വീണ്ടും ചോദിച്ചപ്പോഴും എംസി പറഞ്ഞു, "പറ്റില്ല, അങ്ങോട്ട് പോകാൻ" പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുന്നു നമ്മുടെ ഡിസിപ്പിൾസും. അപ്പം ജോവില് മനസ്സി എന്താ ഈ സിറ്റുവേഷൻ? സീനിയർ യു ഇതുപോലെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എംസി അപ്പോഴും എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, പോകാൻ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പുറകെ ഉണ്ടായിരുന്ന ഡിസിപ്ലിൻസ് എല്ലാം നല്ല ദേഷ്യം വന്നിരിക്കുക. അപ്പം ജോബില് മനസ്സി കുറച്ചെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കടാ. സീനിയർ യു വീണ്ടും, "കുറച്ച് സമയം മതി ഒന്ന് സംസാരിക്കാൻ." പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. പക്ഷേ ഇതെന്തൊരു ശല്യമാണ്. എനിക്കിന്ന് ഭക്ഷണം കഴിക്കാൻ വിടില്ലേ? ഇത് കേട്ടിട്ട് സീനിയർ യു ആണെങ്കിൽ അവിടെ എംസിയുടെ അടുത്തിരിക്കുന്നു. "അങ്ങനെയാണ് നീ കഴിക്കുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം." "ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് നിന്നോട് പറയാനൊന്നുമില്ല. വേറെ ആരുടേലും അടുത്ത് പോ." "പക്ഷേ എനിക്ക് നിന്നെയാണ് വേണ്ടത്." "നിനക്കെന്തിനാണ് എന്നെ?" പെട്ടെന്ന് അവിടെ നിന്നൊരൊച്ച. ഡിസിപ്പിൾസും എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പം നമ്മുടെ എൽഡസ്റ്റ് ബെയാക് ഡിസിപ്പിൾ എന്നിട്ട് പറയുന്നു, "നീ ചൂമിയുമെന്നല്ലേ പറഞ്ഞേ?" "അതെ." "ശരി. ഞാൻ കേട്ടതനുസരിച്ച് സെക്ലിയർ നിന്നോട് സിയാങ് ഒരുപാട് പ്രാവശ്യം പോകാൻ പറഞ്ഞുകൊണ്ട് നീ ഒരുപാട് ടയേർഡായിരിക്കും. എനിക്ക് മനസ്സിലാകും. പക്ഷേ നിന്റെ സീനിയർ നിന്റെ അടുത്തൊരു ഫേവർ ചോദിക്കുമ്പോൾ നീ എത്ര ടയേർഡാണെങ്കിലും നീ അതൊന്ന് ചെയ്ത് കൊടുക്കണ്ടേ? ഒരു ജൂനിയർ എന്നല്ലേ?" അപ്പം ബാക്ക് ഡിസിപ്പിൾ മനസ്സി ഞാൻ പറഞ്ഞത് കലക്കി. എൻ്റെ ഡിഗ്നിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. എന്നിട്ട് അവൻ്റെ മിസ്റ്റേക്ക് കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്തു. എന്തായാലും അവൻ പറയാൻ പോകുന്നു. പെട്ടെന്നാണ് നമ്മുടെ എംസി പറയുന്നു, "എന്തിന് ചെയ്യണം?" ഇത് കേട്ടിട്ട് നമ്മുടെ ബാക്ക് ഡിസിപ്ലിനാണ് നല്ല ദേഷ്യം വന്നു. പുള്ളി മനസ്സിൽ പറയുന്നുണ്ട്, "എൻ്റെ കൺട്രോൾ പോകല്ലെന്നൊക്കെ." എന്നിട്ട് പറയുന്നു, "നീ എന്താ പറഞ്ഞ് എന്തുകൊണ്ടാ ചെയ്യേണ്ടതെന്ന്?" "അതെ, അതിന് കുറച്ച് കാരണങ്ങളുണ്ട്." എന്നിട്ട് ബാക്ക് ഡിസിപ്ലിനാണ് ഓരോന്ന് പറയുന്നുണ്ട്. ആദ്യം കോർട്ടസി. "ഏ? കോർട്ടസിയോ? സീനിയർ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ക്ഷമ ചോദിക്ക്. അവൻ പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ ഇപ്പം വളരെ റൂഡായിരുന്നൂന്ന്." "ഏ? ഞാനോ?" "അതെ, പെട്ടെന്ന് ക്ഷമ ചോദിച്ചേ."
കാരണം ഈ ഇമ്പോർട്ടന്റ് ആയ പാർട്ടിയില് സീനിയറിന്റെ പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടുവന്നു. ഇത് കേട്ട ഉടൻ തന്നെ നമ്മുടെ സീനിയർ യു ആണ് എണീറ്റ് അപ്പൊ തന്നെ നമ്മുടെ സീനിയർ യു ആണ് എണീറ്റ് നിന്നിട്ട് നമ്മുടെ സീനിയർ ബ്രദറിന്റെ അടുത്ത് ക്ഷമ ചോദിക്കുന്നു. "ഏയ് അല്ല ജൂനിയർ സിസ്റ്റർ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്." അപ്പോൾ നമ്മുടെ എംസി പതിയെ സീനിയർ യുവിന്റെ അടുത്ത് പറയുന്നു. "അവൻ പറഞ്ഞ മനസ്സിലായില്ലേ? നീ ക്ഷമ ചോദിക്കേണ്ട അവിടെയുള്ള എല്ലാ ഡിസിപ്പിൾസിന്റെ അടുത്തുമാണ്." അത് കേട്ട ഉടൻ തന്നെ സീനിയർ യു ആണ് എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിച്ചു. ഇത് കേട്ടിട്ട് നമ്മുടെ സാസുക്കെയൊക്കെ ആണെങ്കിൽ "കുഴപ്പമില്ല. അത് സാരമില്ല" എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ സമയത്ത് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ എൽഡസ്റ്റ് ഡിസിപ്ലിന് നല്ല പോലെ ദേഷ്യം വന്നു. ഇത് കണ്ട ജോവിന് യോജുവിനും ഇത് അപകടമാണ്. എനിക്ക് അവനെ സ്റ്റോപ്പ് ചെയ്യണം. യോജുൻ ഉടൻ തന്നെ സീനിയർ കൺഗ്രാജുലേഷൻ നിങ്ങളുടെ റിട്ടയൻസിന്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയി കാണും. ജോവിൽ ഇതെന്തായാലും ഒരു സന്തോഷ ദിവസമല്ലേ. സീനിയർ യുവും കൂടെ വന്ന ശേഷം നമുക്ക് പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇത് കേട്ടിട്ട് ബാക്ക് ഡിസിപ്ലിൻ നീ നീ ച്യൂമിങ് പറഞ്ഞേ. അപ്പോൾ യോജുൻ ജോവിൽ നമ്മൾ തീർന്നു. കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെയൊക്കെ എത്തി. ഈ സിറ്റുവേഷൻ ഇതിലും വലുതാക്കല്ലേ ച്യൂമിങ്. ഈ ഒറ്റ പ്രാവശ്യം നീ ഒന്ന് പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മുടെ എംസി നീ ഒരുപാട് ട്രെയിൻ ചെയ്തുകൊണ്ട് നീ ഒരുപാട് ടയേർഡാണെന്ന് തോന്നുന്നു. ജോവിലും യോജനും അതെ അങ്ങനെ തന്നെ പറ. അപ്പൊ നമ്മുടെ എംസി നീ ആണെങ്കിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കുക. നിനക്ക് എന്തുകൊണ്ട് അവിടെ പോയി റെസ്റ്റ് ചെയ്തൂടാ? അപ്പം ബാക്ക് ഡിസ്പേർ എൻ്റെ അടുത്ത് ഉത്തരം പറ. നീ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഛേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. അതെയോ? അപ്പോൾ ബാക്ക് ഡിസ്പേർ മനസ്സിൽ പറയുകയാണ്. എനിക്ക് കാര്യങ്ങൾ ഇതുപോലെ കൊണ്ടുപോകണമെന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഒരു ജോക്കായി മാറും. എന്നിട്ട് നമ്മുടെ ഡിസ്പ്ലാണ് സീനിയർ അടുത്ത് പറയുന്നു. സീനിയർ എനിക്കൊരു ഇഷ്യൂ പറയാനുണ്ട്. ഇഷ്യൂവോ? മൗംബയുടെ റൂൾ അനുസരിച്ച് തേർഡ് ക്ലാസ് ഡിസിപ്പിൾസിന് ഒരാൾ അക്കമ്പനി ചെയ്യാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതിപ്പം സെറ്റിൻ്റെ യൂണിഫോം ഇട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് കൂടും. പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു തേർഡ് ക്ലാസ് ഡിസിപ്ലിനെ യുവാ യുവിനെ കണ്ടു. സെറ്റ് യൂണിഫോം പോലും ഇടാതെ. ആ ആൾ ഈ ച്യൂമിങ് ആണ്.